ഇതാ ഒരു സ്പെഷ്യൽ കൂട്ട് ചേർത്തുകൊണ്ട് ചെയ്തെടുക്കുന്ന മുട്ട പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ്. പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓംലെറ്റ് റെസിപ്പി. നല്ല മണവും രുചിയുള്ളൊരു കൂട്ടാണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഓംലെറ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ ഇതാ ഈ ഒരു ഒറ്റ ഓംലെറ്റ് മാത്രം മതി. ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു അരക്കപ്പ് തേങ്ങ ചേർക്കാം. ഇനി ഒരു 4-5 വറ്റൽമുളക് ചേർക്കുക. ഇനി ഒരു 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആയത് കാരണം നടുകയൊന്ന് കീറിയതിന് ശേഷമാണ് ചേർക്കുന്നത്. ഇനി ഒരു 5-6 ചെറുള്ളിയൂടെ ചേർക്കാം. അതും നടുകയൊന്ന് കീറിയിട്ടാണ് ചേർക്കുന്നത്. ഇനി വളരെ കുറച്ചായിട്ട് കുരുമുളകാണ് ചേർക്കുന്നത്. ഒരു 10-15 എണ്ണം മാത്രം മതി. ഇനി ഇതാ പെരുംജീരകം, വലിയ ജീരകം ചേർക്കാം. ഇതാ ഇത്രയാണ് ചേർക്കുന്നത്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിക്കൊണ്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങ ഒന്നും ഒരുപാട് വറുത്തെടുക്കണ്ട, തീയൽ പരുവത്തിലൊന്നും വറുത്തെടുക്കണ്ട. അതിൻ്റെ ആ വെള്ളമയമൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകാനായിട്ട് തുടങ്ങും. അത്രയും മാത്രം മതി. ഇനി കറിവേപ്പില കൂടെ ചേർക്കണം. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണെങ്കിൽ ആദ്യമേ തന്നെ തേങ്ങയുടെ കൂടെ തന്നെ ചേർക്കുക. എൻ്റെ കയ്യിലിപ്പോൾ കുറച്ച് ഉണങ്ങിയ കറിവേപ്പിലയാണ് ഇരിക്കുന്നത്. അത് കാരണം ഞാൻ പകുതി ഒന്ന് വെള്ളം വറ്റിയതിന് ശേഷമാണ് ചേർക്കുന്നത്. ഇല്ലെങ്കിൽ കറിവേപ്പില ഒരുപാട് ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ടാണ്. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. നന്നായിട്ടൊന്ന് ചൂടായിട്ട് ആ വെള്ളമയം ഒന്ന് വറ്റി ആ ചെറിയ തരികളുണ്ടല്ലോ തേങ്ങാപ്പീരയുടെ, അതൊക്കെ ഒന്ന് ബ്രൗൺ ആകാനായിട്ട് തുടങ്ങും. അത്രയും മാത്രം മതി. അതേപോലെ തന്നെ ചെറുള്ളി ഞാൻ നേരെ നടുക കീറിയാണ് ഇട്ടിരിക്കുന്നത്. ഈ ചെറിയൊരു സമയത്തിനുള്ളിൽ ആ ഉള്ളി ഒന്ന് നല്ലവണ്ണം ഒന്ന് ചൂടായി ഒന്ന് വാടി കിട്ടണം. അതുകൊണ്ട് കീറിയിടുക. അതായത് ഇപ്പം നല്ലവണ്ണം ചൂടായി നല്ലൊരു സ്മെല്ലാണ്. ഇതിന് പ്രത്യേക സ്മെല്ലാണ് ഈ സമയത്ത് വരുന്നത്. ഇതാ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ആ തേങ്ങയുടെ ചൂടും ആ പാത്രത്തിൻ്റെ ചൂടും കൊണ്ട് ആ മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടായിക്കോളും. ഇനി ഇതൊന്ന് അല്പം ആറാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കുക. ഇതാ ഇനി മിക്സിയുടെ ജാറിനകത്തോട്ട് മാറ്റാം. ആദ്യമേ ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. വെള്ളം ചേർത്ത് അരയ്ക്കണം. ആദ്യമേ ഒന്ന് പൊടിച്ചെടുക്കണം. ആ വറ്റൽമുളകും കുരുമുളകും ഒക്കെ ഒന്ന് പൊടിയാൻ വേണ്ടി ഒന്ന് പൊടിച്ചിട്ട് വരാം. ഇനി ഒരല്പം വെള്ളം ചേർത്ത് ഒന്നുകൂടി ഒന്ന് അരച്ചോണ്ട് വരണം. അതായത് ഒരുപാട് വെള്ളം ചേർക്കരുത്. നമ്മുടെ കട്ടി ചമ്മന്തി അരയ്ക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ വെള്ളം ഒഴിക്കുക. ഇതുപോലെ ഒന്ന് അരച്ചോണ്ട് വരിക. ഈ ചമ്മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പില്ലെങ്കിൽ പോലും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെങ്കിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഇനി ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു മുട്ട ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. ഇത് ഒരു മുട്ടയ്ക്ക് ആ ചമ്മന്തി അരച്ചുണ്ടല്ലോ അത് 2 സ്പൂണാണ് ചേർക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാടൊന്ന് ബീറ്റ് ചെയ്യുകയൊന്നും വേണ്ട. ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതിയേ. ഞാൻ ഇത് 2 മുട്ടയിലാണ് ചെയ്യുന്നത്. മൊത്തം ഇത് 3 മുട്ടയ്ക്കുള്ള അളവുണ്ട് ഈ ഒരു ചമ്മന്തി. അപ്പം ഞാൻ ഓരോ മുട്ടയായിട്ട് കാണിച്ചത് ആ ചമ്മന്തിയുടെ അളവും കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഓരോന്നായിട്ട് കാണിച്ചത്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് 2 മുട്ടയ്ക്കുള്ളതാണ് ചേർത്തത്. പറഞ്ഞല്ലോ, ഒരുപാട് ബീറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു കടായി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ആ തേങ്ങ കൂട്ടിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണ ചേർക്കുകയാണെങ്കിൽ പറ്റുമെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒറ്റ ബാച്ചായിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. ഇതിങ്ങനെ ഒറ്റ ബാച്ചായിട്ട് ഒഴിക്കണമെന്നൊന്നുമില്ല. 2ആയിട്ടോ 3ആയിട്ടോ ഒക്കെ പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒന്നിച്ചൊഴിച്ചത് കാരണം കനക്കൂടുതൽ കാണും. തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് കുറച്ചിട്ടതിന് ശേഷം ഞാൻ ഇത് മൂടി വയ്ക്കുകയാണ്. മൂടി വയ്ക്കണമെന്ന് നിർബന്ധമില്ല. കനം കുറച്ചാണ് ഒഴിക്കുന്നെങ്കിൽ മൂടി വയ്ക്കണമെന്നൊന്നും ആവശ്യമില്ല. അപ്പോൾ ഉള്ളൊക്കെ നല്ലവണ്ണം ഒന്ന് വേകാൻ വേണ്ടി ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു.
മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്, അടിഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിടാം. ഞാനിവിടെ ഒരു മുട്ടയ്ക്ക് 2 സ്പൂൺ ചമ്മന്തിയുടെ അളവാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചേർക്കാവൂ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ 2 സ്പൂൺ വെച്ച് ചെയ്ത് നോക്കുക. രണ്ടാമത് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇപ്പോൾ 2 സൈഡും നല്ലവണ്ണം പാകത്തിനായിട്ടുണ്ട്. നമ്മൾ സാധാരണ ഓംലെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊരു പ്രത്യേക ഒരു മണവും രുചിയുമാണ്. എപ്പോഴും ഒരേപോലെയുള്ള ഓംലെറ്റ് ചെയ്യാതെ ഇതുപോലെ വ്യത്യസ്തമായിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് അതിനകത്ത് പച്ചമുളകും സവാളയും ഒന്നും കടിക്കാനില്ല, നല്ല പഞ്ഞി പോലെ സോഫ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈ 2 മുട്ട വെച്ച് ചെയ്യുന്ന ഒരു ഓംലെറ്റ് മാത്രം മതിയാവും. വ്യത്യസ്തത ആഗ്രഹിക്കുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിലൊന്ന് തൊട്ടിട്ട് പോണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ. ആ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. അപ്പോഴാണ് പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷന് അപ്പോൾ തന്നെ വന്നു ചേരുക. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.